ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലി ശ്രമത്തിനിടയിൽ 40,000 വരുന്ന ഈജിപ്ഷ്യൻ ട്രൂപ്പുകൾ റഫയ്ക്കടുത്തേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഈജിപ്ത് റെഡ് ലൈൻ ക്രോസ് ചെയ്തേക്കുമോ എന്ന് ഇസ്രയേൽ ഭയക്കുന്നു. ഫലസ്തീനികളെ പുറത്താക്കാനുള്ള ശ്രമം പൊട്ടിത്തെറിയും ദുരന്തവുമാവും ഫലമെന്ന് ഈജിപ്തും ജോർഡാനും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിനിടയിലാണ് ഈജിപ്ഷ്യൻ സൈന്യം ഗസയിലേക്ക് നീങ്ങുന്നത്. ഈജിപ്ത് റഫ ക്രോസിൽ വടക്കൻ സിനായ് ഭാഗത്ത് ട്രൂപ്പുകളെ വിന്യസിച്ചു കഴിഞ്ഞതായി മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു. ഈജിപ്ത് ഇസ്രയേൽ കരാർ പ്രകാരം 20,000 ട്രൂപ്സുകളെയാണ് നിയോഗിക്കാൻ കഴിയുക. എന്നാൽ ഈജിപ്ത് 40,000-ത്തിലധികം ട്രൂപ്പിനെ വിന്യസിച്ചു കഴിഞ്ഞു. ഈജിപ്ഷ്യൻ സൈന്യം ടാങ്കുകളും എയർ ഡിഫൻസ് സിസ്റ്റംസും സ്പെഷ്യൽ ഫോഴ്സുകളുമായിട്ടാണ് റഫ ക്രോസിനടുത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 24-ന് ഈജിപ്ഷ്യൻ പ്രതിരോധ മന്ത്രി ജോർദാന്റെ ഉന്നത സൈനിക തലവനെ സന്ദർശിച്ചിരുന്നു. ജനറൽ സ്വാക്കറും മേജർ ജനറൽ ഹുമൈത്തിയും ഗസ യുദ്ധം മൂലമുണ്ടാകുന്ന സുരക്ഷാ ഭീഷണി വിലയിരുത്തിയിരുന്നു. ഈജിപ്തും ജോർദാനും ഫലസ്തീനികളെ ഗസയിൽ നിന്നും നാടുകടത്താനുള്ള ശ്രമം പ്രദേശമാകെ അസ്ഥിരതയിലാക്കുമെന്ന് ഭയക്കുന്നു. പ്രദേശത്തുണ്ടാകുന്ന ഏതൊരു മാറ്റത്തിനനുസരിച്ചും ഈജിപ്ഷ്യൻ സൈന്യം തയ്യാറായിരിക്കുമെന്ന് ഈജിപ്ത് പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിന്റെ നാടുകടത്തൽ പ്ലാൻ ഈജിപ്തിനും ജോർദാനും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി കരുതുന്നു. പതിനയ്യായിരത്തിൽ പരം ഫൈറ്റേഴ്സിനെ വീണ്ടും ഹമാസ് റിക്രൂട്ട് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. 2 വർഷത്തെ യുദ്ധത്തിനു ശേഷവും ഇസ്രയേലിന് ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 വർഷത്തെ യുദ്ധത്തിന് ഇപ്പുറവും ഹമാസിന് ഏകദേശം 20,000-ത്തിൽ പരം പോരാളികളുണ്ടെന്ന് ദ അറ്റ്ലാന്റിക് റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധത്തിന് മുമ്പ് 30,000-ത്തിലധികം ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്ന ഹമാസ് ഇപ്പോഴും 20,000-ത്തിലധികം പേരുമായി യുദ്ധം തുടരുന്നതായി ദ അറ്റ്ലാന്റിക് റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലിന് തലവേദനയായി സൈനികർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ല. ഒരു റീസർവീസ് നൈറ്റിനോട് തങ്ങളുടെ യൂണിറ്റ് ഡിപ്ലീറ്റ് ആയി പോയതായി പറഞ്ഞു. പകുതിയിലധികം ആളുകൾ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗസ പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനത്തിനെതിരെ ഇസ്രയേലിന്റെ സൈനിക മേധാവി തന്നെ രംഗത്ത് വന്നിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.